നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉന്നയിച്ച രാഷ്ട്രീയ ചോദ്യങ്ങൾ ശ്രദ്ധേയമാകുന്നു. യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിലുള്ള കേവലം ഒരു പോരാട്ടത്തിനപ്പുറം സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ ഭരണം ഈ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമാക്കാനാണ് യു.ഡി.എഫ് ശ്രമിക്കുന്നത്. എന്നാൽ എൽ.ഡി.എഫ് രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ വർഗീയതയ്ക്ക് പ്രാധാന്യം നൽകുന്നുവെന്ന ആരോപണവും സതീശൻ ഉന്നയിക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നിലമ്പൂരിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനോട് 7 നിർണായക ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ഭരണപരമായ കാര്യങ്ങളിൽ സർക്കാരിന്റെ നിഷ്ക്രിയത്വവും ജനങ്ങളോടുള്ള അവഗണനയും എടുത്തു കാണിക്കുന്നുണ്ട്. സംസ്ഥാനം കഴിഞ്ഞ കുറച്ചു കാലമായി വന്യജീവി ആക്രമണങ്ങളുടെ ദുരിതത്തിലാണ്. 2016 മുതൽ മലയോര ജനത ഈ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. 1000-ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 8,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടും സർക്കാർ ഈ വിഷയത്തിൽ ചെറുവിരൽ അനക്കിയില്ലെന്ന് സതീശൻ ആരോപിക്കുന്നുണ്ട്. പരമ്പരാഗതമോ ആധുനികമോ ആയ ഒരു പ്രതിരോധ മാർഗവും സർക്കാർ സ്വീകരിച്ചില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അപകടകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടായിട്ടും അത് വിനിയോഗിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ മലയോര ജനതയുടെയും ജീവനും സ്വത്തിനും ഭീഷണിയായി തുടരുകയാണ്. ഈ ചോദ്യം സർക്കാരിന്റെ ഉത്തരവാദിത്തത്തെയും ഭരണപരമായ കാര്യങ്ങളിലെ നിഷ്ക്രിയത്വത്തെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ കഴിഞ്ഞ 3 വർഷമായി വർദ്ധിപ്പിക്കാത്ത ഏക സംസ്ഥാനം കേരളമാണെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നും പട്ടികജാതി വിഭാഗങ്ങൾക്ക് 500 കോടി രൂപയും പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 120 കോടി രൂപയും വെട്ടിക്കുറച്ചത് ഈ വിഭാഗങ്ങളോടുള്ള സർക്കാരിന്റെ ക്രൂരതയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പിന്നോക്കാവസ്ഥയിലുള്ള ഈ വിഭാഗങ്ങൾക്ക് അർഹമായ സഹായം നിഷേധിക്കുന്നതിലൂടെ സാമൂഹിക നീതിയും സമത്വവും ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് സതീശൻ വ്യക്തമാക്കുന്നു. ഇത് സർക്കാരിന്റെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതുപോലെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പൊതുവെ വിമർശനങ്ങൾ ഉയരുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ആശുപത്രികളിൽ മരുന്നില്ലാത്ത അവസ്ഥ, മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത കുറവ്, ക്ഷേമ പെൻഷനുകളും ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള സഹായവും മുടങ്ങിയത്, ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും കുടിശ്ശികയായത്, 3 തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്, ലൈഫ് മിഷൻ പദ്ധതിയുടെ മെല്ലെപ്പോക്ക്, കാരുണ്യ പദ്ധതി നിലച്ചത് എന്നിങ്ങനെ നിരവധി ജനദ്രോഹ നടപടികൾ ഒന്നിച്ചു ചെയ്യാൻ ഒരു സർക്കാരിന് എങ്ങനെ കഴിയുന്നുവെന്നും സതീശൻ ചോദിക്കുന്നുണ്ട്. ഇത് സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ പാളിച്ചകളെയും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റുന്നതിൽ വരുത്തുന്ന വീഴ്ചകളെയും വ്യക്തമാക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്ന് ആവർത്തിക്കുമ്പോഴും സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ സർക്കാരിന്റെ വാദങ്ങളെ ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം സർക്കാരിന്റെ വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടിയ ദേശീയപാത നിർമ്മാണം 150-ൽ പരം സ്ഥലങ്ങളിൽ തകരുകയും അഴിമതിയും ക്രമക്കേടുകളും നടക്കുകയും ചെയ്തിട്ടും സർക്കാരിന് ഒരു പരാതിയും ഇല്ലാത്തത് എന്തുകൊണ്ടെന്ന് സതീശൻ ചോദിക്കുന്നുണ്ട്. ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രിയെ കണ്ട് സമ്മാനപ്പെട്ടി കൊടുത്ത് പൊന്നാട അണിയിച്ച് ആദരിച്ചതിലൂടെ ബി.ജെ.പി. CPM ധാരണയാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ദേശീയപാത നിർമ്മാണത്തിലെ അഴിമതിയും ഗുണനിലവാരമില്ലായ്മയും പൊതുജനാരോഗ്യത്തെയും സുരക്ഷയെയും ബാധിക്കുന്ന വിഷയമാണ്. ഇതിൽ സർക്കാരിന്റെ മൗനം സംശയങ്ങൾക്ക് വഴിതെളിക്കുന്നുണ്ട്. കൂടാതെ തുച്ഛമായ ഓണറേറിയത്തിന് ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് വേതനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ലെന്നും അവരോട് ക്രൂരമായി പെരുമാറുന്നുവെന്നും മന്ത്രിമാർ അടക്കമുള്ളവർ അവരെ അപമാനിക്കുന്നുവെന്നും സതീശൻ ആരോപിക്കുന്നുണ്ട്. എന്നാൽ PSC ചെയർമാന്റെ ശമ്പളം 4 ലക്ഷത്തിലധികവും അംഗങ്ങൾക്ക് 3 ലക്ഷത്തിലധികവും ആക്കുകയും പെൻഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ശമ്പളം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി. 12 പേർക്ക് ഒരു മാസത്തിൽ 80 ലക്ഷം രൂപയിലധികം വേണ്ടിവരുമ്പോൾ ആശാ വർക്കർമാർക്ക് 1 രൂപ പോലും കൂട്ടില്ല എന്ന നിലപാട് എന്തിനാണെന്നും സതീശൻ ചോദിക്കുന്നുണ്ട്. ഇത് സാധാരണക്കാരായ തൊഴിലാളികളോടുള്ള സർക്കാരിന്റെ അവഗണനയും ഉന്നതർക്ക് നൽകുന്ന അമിത ആനുകൂല്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം എടുത്തു കാണിക്കുന്നുണ്ട്. അതോടൊപ്പം സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില കിലോയ്ക്ക് 250 രൂപയാക്കുമെന്ന പ്രകടനാ പത്രിക പ്രഖ്യാപനം നടപ്പാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സതീശൻ ചോദിക്കുന്നുണ്ട്. നെല്ലിന്റെ താങ്ങുവിലയിലെ സംസ്ഥാന വിഹിതം ക്രമാതീതമായി കുറയ്ക്കുകയാണെന്നും നാളികേര സംഭരണം നടക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കർഷകരെ രക്ഷിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കർഷകരെ വഞ്ചിക്കുന്ന സർക്കാരിന്റെ നയങ്ങൾ കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നുവെന്നും കർഷകരുടെ ജീവിതം ദുസ്സഹമാക്കുമെന്നും ഈ ചോദ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം സംസ്ഥാനത്തെ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റിയത് സർക്കാരിന്റെ നേട്ടമല്ലേ എന്ന് സതീശൻ പരിഹാസപൂർവ്വം ചോദിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും
ലഹരി മാഫിയയ്ക്ക് രാഷ്ട്രീയ രക്ഷകർതൃത്വം നൽകിയത് CPM അല്ലേ എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. യുവതലമുറയെയും സമൂഹത്തെയും ഗുരുതരമായി ബാധിക്കുന്ന ലഹരി വ്യാപനം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും ലഹരി മാഫിയയ്ക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നുവെന്നുള്ള ആരോപണം ഗൗരവകരമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ഈ ചോദ്യങ്ങൾ നിലവിലെ സർക്കാരിന്റെ ഭരണത്തിലെ വീഴ്ചകളെയും ജനങ്ങളോടുള്ള അവഗണനയെയും വ്യക്തമാക്കുന്നുണ്ട്. വന്യജീവി ആക്രമണങ്ങൾ മുതൽ സാമ്പത്തിക പ്രതിസന്ധി വരെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവഗണന മുതൽ കർഷകരുടെ ദുരിതവും ലഹരി വ്യാപനവും വരെയുള്ള വിഷയങ്ങൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവ ചർച്ചയാക്കാനാണ് UDF ശ്രമിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് മറുപടി നൽകുമെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് വെറും ഒരു സ്ഥാനാർത്ഥി നിർണയത്തിനപ്പുറം സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ ഭരണത്തിന്റെ ഒരു വിലയിരുത്തലായി മാറും.